ഹലോ, കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഗലാത്യ ലേഖനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ 4-ാമത്തെ അധ്യായമാണ് ധ്യാനിക്കാൻ പോകുന്നത്. 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ 28-29 വാക്യങ്ങളിൽ യഹൂദനെന്നും യവനനുമെന്നുമില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളും ആകുന്നു. സോ ക്രിസ്തുവിനുള്ളവരായിട്ട് അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളും ആയി തീർന്നിരിക്കുന്നു എന്ന് 3-ാം അധ്യായത്തിൽ അവസാനിപ്പിച്ച പൗലോസ് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവകാശി സർവത്തിനും യജമാനനെങ്കിലും, എന്ന് വെച്ചാൽ ഒരപ്പൻ്റെ മകനായ ഒരുവൻ ജനിക്കുമ്പോൾ ആ അപ്പൻ എത്ര ധനം അദ്ദേഹത്തിനുണ്ടോ ആ അപ്പൻ്റെ മുഴുവൻ സമ്പത്തിനും ഈ ജനിക്കുന്ന മകൻ അവകാശിയായി തീരുകയാണ്. ലീഗലി ഹി ബിക്കെയിം ദ ഹെയർ. സോ നിയമപ്രകാരം ഈ മകൻ അവകാശിയാണെങ്കിലും ജനിച്ച ഉടനെ അവന് അവകാശങ്ങൾ പ്രാപിച്ച് അവകാശങ്ങളെ ആസ്വദിക്കാൻ കഴിയത്തില്ല. അവകാശങ്ങളുടെ മേൽ ആധിപത്യം ചെലുക്കാൻ, അവൻ്റെ മേൽ വാഴാൻ കഴിയത്തില്ല. ഇവനുള്ളതാണെങ്കിലും ഇവന് വാഴണമെങ്കിൽ ഇവൻ ശിശുവെന്ന ആ അവസ്ഥയിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മകനായി മാറേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് പൗലോസ് 4-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം, എന്ന് വെച്ചാൽ പിതാവ് ഇവൻ്റെ വളർച്ച കാണാൻ, തൻ്റെ സമ്പത്തിനെ കൈകാര്യം ചെയ്യാനും അതിൻ്റെ മേൽ വാഴാനും അതിനെ മാനേജ് ചെയ്യാനുമുള്ള വളർച്ച ഈ മകന് ഉണ്ടായി എന്ന് കാണുന്ന നാളുവരെ, അതാണ് നിശ്ചയിച്ച അവധി. ആ കാണുന്ന നാളുവരെ രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രയെന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദിപാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. ഇവിടെ ശിശുക്കളെന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ കീഴിലിരുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാതെ, ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പരിജ്ഞാനമില്ലാതെ, ദൈവത്തെക്കുറിച്ച് യാതൊരു പരിജ്ഞാനവുമില്ലാതെ ജീവിച്ച ആ കാലഘട്ടത്തെക്കുറിച്ച്, നാം വെറും പ്രാകൃത മനുഷ്യരായി ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ചാണ് നാം ശിശുക്കളായിരുന്നപ്പോൾ എന്നതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടവന് തന്നെ. അപ്പോൾ അതിനകത്ത് 2 ആശയങ്ങളുണ്ട്. ഒന്ന്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം ഒരു തലമുറ, അബ്രഹാമിൻ്റെ ജഡീക സന്തതി ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ വളർന്നു വരികയാണ്. അവരെ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിന്ന് വിടുവിക്കേണ്ട ഒരു ആവശ്യകത ദൈവത്തിനുണ്ട്. അതിൻ്റെ കാലം സമ്പൂർണമായപ്പോൾ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, അതും ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി, എന്ന് വെച്ചാൽ യഹൂദനായി ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടവന് തന്നെ. അപ്പോൾ അവരെയും നമ്മെയും, ന്യായപ്രമാണം ഉള്ളവരെയും ന്യായപ്രമാണമില്ലാത്തവരെയും ഒരുപോലെ പുത്രത്വത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടവന് കാലസമ്പൂർണത വന്നപ്പോൾ ക്രിസ്തു, അല്ലെങ്കിൽ ദൈവം തൻ്റെ പുത്രനെ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. അങ്ങനെ നിയോഗിച്ചയച്ചവനിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അത് യഹൂദൻ്റെയും യവനനാകട്ടെ, ദാസനാകട്ടെ, സ്വതന്ത്രനാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, സകലരുടെ ഹൃദയങ്ങളിൽ ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ, സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം അയച്ചു. അങ്ങനെ ആ പുത്രൻ്റെ ആത്മാവിലൂടെ, ആത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കേണ്ടവന് അവരെ പ്രാപ്തരാക്കുകയാണ്. എന്താണ് അബ്ബാ എന്ന വിളി? അബ്ബാ എന്ന വിളിയുടെ ശരിക്കുള്ള അർത്ഥം മൈ ഫാദർ, എൻ്റെ അപ്പ, എൻ്റെ പിതാവ്, എൻ്റെ പിതാവേ എന്ന് ഉള്ള ഒരു അർത്ഥമാണ് അബ്ബാ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പരിജ്ഞാനത്തിലേക്ക് ദ ട്രൂ ചിൽഡ്രൻ ആകേണ്ടവന്, ട്രൂ സൺസ് ആകേണ്ടവന്, യഥാർത്ഥ മക്കളാകേണ്ടവന്, യഥാർത്ഥ പുത്രന്മാരാകേണ്ടവനുള്ള ഒരു അവകാശം ആത്മാവിനെ പകരുന്നതിലൂടെ ദൈവം അവർക്ക് നൽകുവാനിടയ. അങ്ങനെ ആത്മാവ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നാം ഇനി ദാസന്മാരല്ല, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അപ്പോൾ അടുത്ത ജാതീയ ഗലാത്യ സഭയോട്
പർട്ടിക്കുലർലി പറയുകയാണ്, അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ? പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിലൂടെ ദൈവത്തെ പിതാവെന്ന നിലയ്ക്ക് അവർക്ക് അറിയുവാനും കഴിഞ്ഞു. ഇനി അങ്ങനെ അറിഞ്ഞിരിക്കെ ഇനി നിങ്ങൾ പഴയ ആദിപാഠങ്ങളിലേക്ക്, നിങ്ങളുടെ പഴയ ആചാരങ്ങളിൽ, പണ്ടും നിങ്ങൾ വേറെ തല ആചാരങ്ങളായിരുന്നു. പ്രകൃതിയെ ആരാധിച്ചും പ്രകൃതി ശക്തികളെ ആരാധിച്ചും സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവരെ ദൈവമെന്ന് വിചാരിച്ച് അവയെ ഭയപ്പെട്ട് അവയ്ക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പുത്രൻ്റെ ആത്മാവിനെ ലഭിച്ചതിലൂടെ നിങ്ങൾ ദൈവപുത്രന്മാരായും അവകാശികളുമായി തീർന്നിരിക്കുകയാണ്. പിതാവിനുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളതെല്ലാം പിതാവിനുള്ളതാണെന്നുള്ള ഒരു വലിയ അവകാശത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ വീണ്ടും ആ ന്യായപ്രമാണത്തിൻ്റെ ആചാരങ്ങളിലേക്കും, പിന്നെ താഴോട്ട് വരുമ്പോൾ നാളുകൾ, വർഷങ്ങൾ, മാസങ്ങൾ, ആണ്ടുകൾ ഇതൊക്കെ പ്രമാണിക്കുന്ന തരത്തിൽ നിങ്ങൾ എന്തിനാണ് അധപ്പതിച്ചു പോകുന്നത്? അത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ആ ചരിത്രം പഠിക്കുമ്പോൾ വർഷത്തിൽ 3 പ്രാവശ്യം നിർബന്ധമായിട്ടും ഒരു യഹൂദൻ യെരുശലേമിൽ വന്നേ മതിയാകൂ, അല്ലെങ്കിൽ അവന് ചില പെരുന്നാളുകൾ ആചരിക്കേണ്ടതുണ്ട്. എന്നാൽ ആ ആചാരങ്ങളിൽ നിന്നെല്ലാം ക്രിസ്തുവിൻ്റെ കൃപയുടെ സുവിശേഷം കേട്ടതിലൂടെ അവരെല്ലാവരും സ്വതന്ത്രരായിത്തീർന്നു. അതുപോലെ നിങ്ങളെയും ഞാൻ സ്വതന്ത്രരാക്കി തീർത്തു. നിങ്ങൾ ഇനി അവർ വന്ന് നിങ്ങളുടെ ഇടയിൽ ന്യായപ്രമാണം കൂടെ അനുസരിച്ചാലേ നീതീകരിക്കപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അത് കേട്ട് നിങ്ങളും എന്തു ചെയ്യുന്നു? ന്യായപ്രമാണത്തിൻ്റെ കീഴിലില്ലാത്തവരായിരുന്ന നിങ്ങളും പുതുതായിട്ട് ആ ന്യായപ്രമാണത്തിന് ദാസ്യപ്പെടാൻ എന്തിന് തയ്യാറാകുന്നു എന്നാണ് പൗലോസ് ഗലാത്യ സഭയോട് ചോദിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെപ്പോലെ ആകയാൽ നിങ്ങളും എന്നെപ്പോലെ ആകുവാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? യഹൂദനായിരുന്ന ഞാൻ, ന്യായപ്രമാണം അനുസരിച്ചിരുന്ന ഞാൻ ഇപ്പോൾ നിങ്ങളെപ്പോലെ ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെ ആയിരിക്കുകയാണ്. അതെന്തുകൊണ്ട്? ഞാൻ എങ്ങനെ ന്യായപ്രമാണം ഇല്ലാത്തവനായിരിക്കുന്നു അതുപോലെ നിങ്ങളും യാതൊരു തരത്തിലുള്ള ജഡീക പ്രമാണങ്ങൾക്കും ന്യായപ്രമാണങ്ങൾക്കും അടിമകളാകാതെ സ്വതന്ത്രരായി തീരുവാൻ എന്നെപ്പോലെ നിങ്ങളുമാകേണ്ടവന് ഞാൻ നിങ്ങളെപ്പോലെ ആയിരിക്കുകയാണ്. ഓ, വണ്ടർഫുൾ. അടുത്ത് ഗലാത്യ ആ സഭയിൽ അവിടെ ആ പട്ടണത്തിൽ പാർത്തുകൊണ്ട് അവരെ സുവിശേഷം പറയുവാനുണ്ടായ സാഹചര്യം, ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു. ആ കാര്യത്തെക്കുറിച്ച് പൗലോസ് അവിടെ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം അവിടെ വന്ന് പാർക്കുമ്പോൾ ഈ ഗലാത്യയിലെ സഭാവിശ്വാസികൾ അദ്ദേഹത്തെ ദൈവദൂതന് തുല്യമായി ശുശ്രൂഷിച്ചു. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ക്രിസ്തു യേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുക എത്ര ചെയ്തത്. നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? എന്താണ് ഭാഗ്യപ്രശംസ? ചിലർ അവരുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു. നിങ്ങളിൽ ചിലർ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമ്പോൾ അത്രത്തോളം നിങ്ങൾ എന്നെ സ്നേഹിച്ചു, അത്രത്തോളം നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു, അത്രത്തോളം നിങ്ങൾ എന്നെ ബഹുമാനിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിലേക്ക് നിങ്ങൾ പോകരുത്, സത്യത്തിന് വേണ്ടി നിൽക്കണമെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ ശത്രുവായി തീർന്നിരിക്കുകയാണ്. ആ നുഴഞ്ഞുകയറ്റക്കാർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എരിവ് കാണിക്കുന്നു. എന്തിനെന്നറിയാമോ? നിങ്ങളെ ഒരു ദിവസം ഈ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പുറത്താക്കി വീണ്ടും ആ പഴയ ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിനകത്ത് അടച്ചു കളവാൻ ഇച്ഛിച്ചിട്ടാണ് നിങ്ങളോട് ഭയങ്കര കെയർ ഉള്ളതുപോലെ എരിവ് കാണിക്കുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് അവരുടെ വഞ്ചനയെക്കുറിച്ച് ഇവരോട് സൂചിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്ന, എന്തിന്? വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കാൻ, കർത്താവ് പഠിപ്പിച്ച കൃപയുടെ സുവിശേഷത്തിനു വേണ്ടി നിലനിൽക്കാൻ, അതിനൊരു എരിവ് കാണിക്കാൻ നിങ്ങൾ നിലനിൽക്കുന്നത് നല്ലതാണെന്ന് പൗലോസ് പറയുകയാണ്. ഈ 19-ാം വാക്യത്തിൽ അദ്ദേഹം ഏതൊരു മനുഷ്യനെക്കുറിച്ചുമുള്ള പൗലോസിൻ്റെ വലിയൊരു വേദന അല്ലെങ്കിൽ വലിയൊരു ആഗ്രഹം അവിടെ സൂചിപ്പിക്കുന്നത് എന്താണത്? ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും നിങ്ങളെക്കുറിച്ച് പ്രസവ വേദനപ്പെടുകയാണ്. നിങ്ങളിൽ ക്രിസ്തു ഉരുവാകണമെന്നതാണ് എൻ്റെ ആഗ്രഹം. അതൊരു പ്രസവ വേദനയായിട്ട് എൻ്റെ അകത്ത് കിടക്കുകയാണ് എന്ന് പൗലോസ് പറയുകയാണ്. നിങ്ങളുടെ അടുക്കലിരുന്ന് എൻ്റെ ശബ്ദം മാറ്റാൻ കഴിയുമായിരുന്നെങ്കിൽ പോലും ഞാൻ ചെയ്യുമായിരുന്നു. ഇത് പൗലോസ് പറഞ്ഞ ശേഷം ഒന്നുകൂടെ അവരെ ഈ ന്യായപ്രമാണം എന്നത് ഒരു അടിമത്വമാണ്, അത് സ്വാതന്ത്ര്യമല്ല എന്ന് പഠിപ്പിക്കേണ്ടവന് പഴയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം. കാരണം അബ്രഹാം എന്ന വിശ്വാസികളുടെ പിതാവിനെയാണ് ഈ ഗലാത്യ ലേഖനത്തിലും മറ്റ് പല ലേഖനങ്ങളിലും പൗലോസ് മാതൃകയായിട്ടെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ഒരു എക്സാമ്പിൾ പൗലോസ് കൊണ്ടുവരികയാണ്. സാറയും ഹാഗറും 2 സ്ത്രീകളെ കൊണ്ടുവരുന്നു. ഇസഹാക്കും ഇഷ്മേലും എന്ന അവരുടെ 2 മക്കളെ കൊണ്ടുവരികയാണ്.
സാറയെക്കുറിച്ച് പറയുന്നത് അവൾ സ്വതന്ത്ര എന്നാണ്. ഹാഗറിനെക്കുറിച്ച് പറയുന്നത് അവൾ അടിമ എന്നാണ്. അടിമ പ്രസവിച്ച മകൻ ഇസ്മായിൽ, സ്വതന്ത്ര പ്രസവിച്ച മകൻ ഇസഹാക്ക്. ഇസ്മായിൽ ജഡപ്രകാരം ജനിച്ചവനും ഇസഹാക്ക് വാഗ്ദത്തപ്രകാരം ജനിച്ചവനും അത്രേ. അടുത്ത പൗലോസ് പറയുകയാണ്, ഈ രണ്ട് സ്ത്രീകൾ രണ്ട് നിയമങ്ങളാകുന്നു, രണ്ട് ഉടമ്പടികളാകുന്നു. ഹാഗറിനെ കുറിച്ച് പറയുന്നത് 25-ാം വാക്യത്തിൽ ഹാഗർ എന്നത് അറബ് ദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തൻ്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. ഹാഗർ എന്ന സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുക, അത് അറബി ദേശത്തിലെ സീനായ് പർവ്വതത്തോടൊക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോടൊക്കുന്നു. അന്നത്തെ യെരുശലേം ന്യായപ്രമാണത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായ ജെറുസലേം. ലോകത്തിൻ്റെ ഏത് ദിശയിലിരുന്നാലും, ഏത് ഡയറക്ഷനിൽ ജീവിച്ചാലും, ഏത് രാജ്യത്ത് ജീവിച്ചാലും വർഷത്തിൽ 3 പ്രാവശ്യം എല്ലാ പുരുഷന്മാരും യെരുശലേമിൽ നിർബന്ധമായി വന്നിരിക്കണം. അവിടെ വന്ന് ചില കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. അവിടെ ആലയത്തിൽ ചിലത് ചെയ്യാനുണ്ട്. ചില ഡ്യൂട്ടികൾ അവർക്കുണ്ട്. ചില യാഗങ്ങൾ സമർപ്പിക്കണം, ചില ആചാരങ്ങൾ അവിടെ അനുഷ്ഠിക്കണം, ചില കർമ്മങ്ങൾ അവിടെ ചെയ്യണം. അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ അവൻ ജനത്തിൽ നിന്ന് ഛേദിക്കപ്പെടും, അവൻ ശപിക്കപ്പെട്ടവനായി തീരും. സോ ലോകത്തിൻ്റെ എവിടെ എന്താവശ്യത്തിലിരുന്നാലും എല്ലാ പുരുഷന്മാരും 3 തവണ യെരുശലേമിൽ വന്നിരിക്കും. അത് ന്യായപ്രമാണത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. ആ ന്യായപ്രമാണത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെയാണ്. അവരുടെ ആലയം, വിശുദ്ധ മന്ദിരമുള്ളത് അവിടെയാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട പുണ്യസ്ഥലം. യെരുശലേം യഹൂദന്മാരുടെ പുണ്യസ്ഥലം അതാണ്. ദാനിയേലിനെ പ്രവാസത്തിലിരുന്നവർ അവിടെ ഇരിക്കുമ്പോഴും യെരുശലേമിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ പറ്റും. സോ യെരുശലേം എന്നത് അന്നത്തെ ന്യായപ്രമാണത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. ആ യെരുശലേമിനെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, അത് തൻ്റെ മക്കളോടുകൂടെ അടിമത്വത്തിലിരിക്കുന്നു. മീതെയുള്ള യെരുശലേം, ഇറ്റ്സ് എ സ്പിരിച്വൽ ജെറുസലേം. അതൊരു ഫിസിക്കൽ ജെറുസലേം അല്ല, അത് ആത്മീക യെരുശലേമാണ്. ദൈവം ആത്മാവിൽ വസിക്കുന്ന തൻ്റെ മന്ദിരമായ ആത്മീയ യെരുശലേം, അതിനെക്കുറിച്ച് പറയുകയാണ്, അവൾ സ്വതന്ത്രയാകുന്നു. പ്രൈസ് ഗാഡ്. എന്നാൽ അവസാനം ഈ അധ്യായത്തെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുമ്പോൾ, അതിനെ അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, എന്താണ് തിരുവെഴുത്ത് പറയുന്നത്? അടിമ സ്ത്രീയെയും അല്ലെങ്കിൽ ദാസിയെയും മകനെയും പുറത്താക്കി കളക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശി ആവുകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. ഈ ദാസിയുടെ മകൻ, നമുക്ക് ആ ചരിത്രം അറിയാം. ഹാഗറിനെയും ഇസ്മായേലിനെയും ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കി കളയുകയാണ്. കാരണം ഇവർ രണ്ടുപേർക്കും തമ്മിൽ കലഹം. ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ദാറ്റ് മീൻസ് ഇസ്മായേൽ ഇസഹാക്കിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതിൻ്റെ യഹൂദ പശ്ചാത്തല ചരിത്രം അങ്ങനെ പറയുകയാണ്. അതുകൊണ്ടാണ് ഹാഗർ ഇസ്മായേലിനെ പുറത്താക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ മനസ്സോടെയാണെങ്കിലും അബ്രഹാം ഹാഗറിനെയും ഇസ്മായേലിനെയും തൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. അവർ പിന്നീട് ആ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. എന്നാൽ പിന്നീട് സാറയും ഇസഹാക്കും അപ്പൻ്റെ വീട്ടിൽ അബ്രഹാമിൻ്റെ സമ്പത്തിൻ്റെ അവകാശികളായി അവിടെ തന്നെ യജമാനനെ പോലെ ഇസഹാക്ക് പാർക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നു, അബ്രഹാം തനിക്കുള്ള സകലത്തെയും ഇസഹാക്കിന് നൽകി. വെപ്പാട്ടിമാർക്കും അവരുടെ മക്കൾക്കും അബ്രഹാം ദാനങ്ങളെ കൊടുത്തു. തൻ്റെ സമ്പത്തിൻ്റെ മുഴുവൻ അവകാശങ്ങളും ഇസഹാക്കിന് കൊടുത്തു, അവകാശിയാക്കി മാറ്റി. അതുകൊണ്ട് നാം ഇപ്പോൾ അവകാശികളാണ്, സ്വതന്ത്രയുടെ മക്കളാണ്. ന്യായപ്രമാണമെന്ന ദാസിയുടെ മക്കളല്ല, മീതെയുള്ള യെരുശലേമായ ആത്മാവിൻ്റെ മക്കളായ സ്വാതന്ത്ര്യത്തിൻ്റെ മക്കളാണ്. നാം പരിശുദ്ധാത്മാവിനാലാണ് ജനിച്ചിരിക്കുന്നത്. പുത്രൻ്റെ ആത്മാവാണ് നമ്മിലുള്ളത്. സോ നമ്മൾ ഇനിയും ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, കൃപയുടെ സുവിശേഷത്തിൻ്റെ കീഴിലാണെന്ന് പറഞ്ഞ് പൗലോസ് ഗലാത്യ സഭയെ ഈ അധ്യായത്തിൽ ഉറപ്പിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ന്യായപ്രമാണത്തിൻ്റെ ജീവിതശൈലിക്കും വിശ്വാസത്തിൻ്റെ ജീവിതശൈലിക്കും ഒരിക്കലും ഒരുമിച്ച് പോകാൻ കഴിയില്ല. എന്നുവെച്ചാൽ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും ഒരേ വീട്ടിൽ പാർക്കാൻ കഴിയത്തില്ല. പഴയ മനുഷ്യനെ പുറത്താക്കുക, പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നാളെ നമുക്ക് വീണ്ടും ഗലാത്യ ലേഖനം 5-ാം അധ്യായമേ കാണാം. ഗോഡ് ബ്ലെസ് യു.